ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെയും തേടി വന്നു. വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും ചരിത്രത്തെ തിരുത്താനുമൊക്കെയുള്ള വ്യഗ്രതയുടെയും ഒക്കെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിരന്തരം ഇരയാക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിന്ന് കൈയടിച്ചവർ ഇന്ന് RSS ബോർഡിന്റെ കത്രികയ്ക്കിടയിൽ ഞെരുങ്ങുകയാണ്. സിനിമയെ പേടിക്കുന്നവർ, പാട്ടിനെ പേടിക്കുന്നവർ, എഴുത്തിനെ പേടിക്കുന്നവർ, പേരിനെ വിലക്കുന്നവർ. 30 കോടി ദൈവങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത പര്യായങ്ങളും പേരാകുന്ന നാട്ടിൽ എത്ര പേരിനെ വിലക്കും, എത്ര പേരിനെ വെട്ടും? ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വരി കുറിച്ചാൽ വ്രണപ്പെടാനായി കാത്തുനിൽക്കുന്ന വികാരം ആരുടെ നിർമ്മിതിയാണ്? JSKയിലെ ജാനകി സീതാദേവിയെങ്കിൽ പട്ടാളം ജാനകിയിലെ ജാനകി ആരായിരുന്നു? അപ്പോൾ ഇവിടെ പ്രശ്നം പേരോ ഭരിക്കുന്നവരുടെ അജണ്ടയോ? പീഡകളും ദുരന്തവും അനുഭവിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ സ്ത്രീക്ക് ജാനകി എന്ന് പേരിടുന്നത് ദൈവത്തിന് അപമാനമെങ്കിൽ രാമനിൽ നിന്ന് ഏറ്റതിനേക്കാൾ അപമാനം ഇനിയൊരു ജാനകി കേൾക്കാനുണ്ടോ?